Hello, children, welcome to teachenglish.com. 10ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രീമൻ എന്ന സ്പീച്ചിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളും യൂണിറ്റിനൊടുവിൽ നൽകിയിരിക്കുന്ന ആക്ടിവിറ്റികളുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. ഈ വീഡിയോ തികച്ചും ഉപകാരപ്രദമാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാൻ ഒരു സെക്കൻഡ് ചെലവഴിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുകയും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. ടീച്ച് ഇംഗ്ലീഷിന് കൂടുതൽ കാഴ്ചക്കാരെത്തുന്നത് വാട്സപ്പ് വഴി ഷെയർ ചെയ്യപ്പെട്ടു വരുന്നവരാണ്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഷെയർ ചെയ്തു കിട്ടാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. വി ആർ ഓൾസോ ഇൻ ഇൻസ്റ്റഗ്രാം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 1. What is the occasion of Mark Antony's speech? മാർക്ക് ആന്റണിയുടെ പ്രസംഗത്തിന്റെ സന്ദർഭമേതാണ്? The occasion is Julius Caesar's funeral. Mark Antony is giving a speech after Caesar's death. ജൂലിയസ് സീസറുടെ ശവസംസ്കാര ചടങ്ങിലാണ് മാർക്ക് ആന്റണി പ്രസംഗിക്കുന്നത്. 2. What is the purpose of the speech? പ്രസംഗത്തിന്റെ ഉദ്ദേശ്യം എന്താണ്? The purpose is to make the people of Rome feel sad for Caesar and angry at the conspirators who killed him. റോമിലെ ജനങ്ങൾക്ക് സീസറിനോട് ദുഃഖം തോന്നാനും അദ്ദേഹത്തെ കൊന്ന ഗൂഢാലോചനക്കാരോട് ദേഷ്യം തോന്നിക്കാനുമാണ് ഈ പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3. How does Antony use rhetoric to manipulate the crowd? ആന്റണി ജനങ്ങളെ സ്വാധീനിക്കാൻ തന്റെ വാക്ചാതുരി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? Antony uses clever words and examples. He questions Brutus' claim that Caesar was ambitious and shows Caesar's kind acts to make people doubt Brutus. ആന്റണി വാക്കുകളും ഉദാഹരണങ്ങളും സമർത്ഥമായി ഉപയോഗിക്കുന്നു. സീസർക്ക് അത്യാഗ്രഹമുണ്ടായിരുന്നു എന്ന ബ്രൂട്ടസിന്റെ വാദത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും സീസറിന്റെ കാരുണ്യപ്രവൃത്തികൾ എടുത്തുപറഞ്ഞ് ജനങ്ങൾക്ക് ബ്രൂട്ടസിലുള്ള വിശ്വാസമില്ലാതാക്കുകയും ചെയ്യുന്നു. 4. What does the repetition of the line, Brutus is an honorable man, suggest? ബ്രൂട്ടസ് ഒരു മാന്യനാണ് എന്ന വാചകത്തിന്റെ ആവർത്തനം എന്താണ് സൂചിപ്പിക്കുന്നത്? It sounds like praise, but Antony says it again and again with examples that show the opposite. ഈ വാചകം ഒരു പ്രശംസ പോലെ തോന്നിപ്പിക്കുമെങ്കിലും ആന്റണി ഇത് പലയാവർത്തി വിപരീതമായ ഉദാഹരണങ്ങളോടെ എടുത്തുപറയുന്നു. ബ്രൂട്ടസിനോടുള്ള ജനങ്ങളുടെ വിശ്വാസമില്ലാതാക്കാൻ അദ്ദേഹം പരിഹാസരൂപേണയാണ് ഇതുപയോഗിക്കുന്നത്. 5. How does Mark Antony's speech reveal his own character and motives? മാർക്ക് ആന്റണിയുടെ പ്രസംഗം അദ്ദേഹത്തിന്റെ തന്നെ സ്വഭാവവും ലക്ഷ്യങ്ങളും എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? The speech shows that Antony is smart and emotional. ഈ പ്രസംഗം ആന്റണി ബുദ്ധിമാനും അതേസമയം വികാരധീനനാണെന്നും കാണിക്കുന്നു. He truly loved Caesar and wants justice for his death. അദ്ദേഹം സീസറിനെ യഥാർത്ഥമായി സ്നേഹിച്ചിരുന്നു. സീസറിന്റെ മരണത്തിൽ നീതി ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. 6. What impact does Antony's speech have on the crowd? ആന്റണിയുടെ പ്രസംഗം ജനക്കൂട്ടത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത്? The crowd becomes angry and turns against Brutus and the other conspirators. ജനക്കൂട്ടം രോഷാകുലരാകുകയും അവര് ബ്രൂട്ടസിനും മറ്റു ഗൂഢാലോചനക്കാർക്കും എതിരാവുകയും ചെയ്യുന്നു. They want to punish them for killing Caesar. സീസറിന്റെ കൊലയാളികളെ ശിക്ഷിക്കാൻ അവരാഗ്രഹിക്കുന്നു. 7. What are the literary devices you notice in the speech? Mention any two. ഈ പ്രസംഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട സാഹിത്യപരമായ പ്രയോഗങ്ങളെന്തെല്ലാമാണ്? ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. Alliteration, repetition of sounds. Friends, Romans, countrymen. Irony, saying the opposite of what is meant. Brutus is an honorable man. ഇതില് ധാരാളം ലിറ്റററി ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അലിറ്ററേഷന്, ഐറണി എന്നിവ അതിലുൾപ്പെടുന്നു. അവ ഉദാഹരണ സഹിതം ഇവിടെ നൽകിയിട്ടുണ്ട്. Activity 1. Did you notice a mismatch between the image and the caption? ചിത്രവും അടിക്കുറിപ്പും തമ്മിലെന്തെങ്കിലും പൊരുത്തക്കേട് നിങ്ങൾ ശ്രദ്ധിച്ചോ? Record your observation below. നിങ്ങളുടെ കണ്ടെത്തിയത് താഴെ എഴുതുക. The image shows rain and discomfort, but the caption says, "What a beautiful day." ചിത്രത്തിൽ മഴയും അസൗകര്യവും ചിത്രീകരിക്കുന്നു. എന്നാൽ അടിക്കുറിപ്പ് എന്തൊരു മനോഹരമായ ദിവസം എന്നാണ്. This is irony, the opposite of what is meant. ഇത് വിരോധാഭാസമാണ്, അതായത് പറയുന്നതിന്റെ നേർവിപരീതമാണ് ഉദ്ദേശിക്കുന്നത്.
What is the idea conveyed in the line given below? താഴെ നൽകിയിട്ടുള്ള വരിയിൽ നിന്ന് ലഭിക്കുന്ന ആശയം എന്താണ്? And Brutus is an honorable man. The line is ironic. And Brutus is an honorable man എന്ന വരി ഐറണി അഥവാ വ്യാജോക്തിയാണ്. Antony repeats it to make people doubt Brutus' honor. ബ്രൂട്ടസിന്റെ മാന്യതയെക്കുറിച്ച് ആളുകൾക്ക് സംശയം തോന്നിപ്പിക്കാൻ ആന്റണി ഇത് ആവർത്തിക്കുന്നു. Verbal irony, the use of words to mean something different from what is said, usually the opposite. പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് അർത്ഥമാക്കാൻ വാക്കുകൾ ഉപയോഗിക്കുന്നതിനെ വെർബൽ ഐറണി എന്ന് പറയുന്നു. Apart from verbal irony, there are many other poetic devices in the speech which enhance its appeal. ഇതുകൂടാതെ പ്രസംഗത്തിന്റെ വശ്യത വർദ്ധിപ്പിക്കുന്ന മറ്റ് നിരവധി കാവ്യശൈലികളുണ്ട്. Pick out instances of the following from the speech. മാർക്ക് ആന്റണിയുടെ പ്രസംഗത്തിൽ നിന്ന് താഴെ പറയുന്നവയുടെ ഉദാഹരണങ്ങൾ എടുത്തെഴുതുക. How do they enhance the effect of the speech? അവ എങ്ങനെയാണ് പ്രസംഗത്തിന്റെ ഗുണവും സ്വാധീനശേഷിയും വർദ്ധിപ്പിക്കുന്നത്? You may also write examples of your own. അതോടൊപ്പം നിങ്ങളുടെ സ്വന്തമായ ഉദാഹരണങ്ങൾ കൂടി എഴുതിച്ചേർക്കുക. ഇവിടെ നൽകിയിരിക്കുന്ന ടേബിളിൽ ഓരോ പോയിറ്റക് ഡിവൈസിന്റെയും നിർവചനവും പ്രസംഗത്തിൽ നിന്നുള്ള വരികളും അവ എന്തിനുപയോഗിച്ചെന്നും നമ്മുടെ സ്വന്തമായ ഉദാഹരണങ്ങളും നൽകിയിട്ടുണ്ട്. Analyze Mark Antony's use of rhetorical devices, techniques an author or speaker uses to convey meaning, and to persuade others, in his speech, and observe how these help him manipulate the crowd's emotions. മാർക്ക് ആന്റണിയുടെ പ്രസംഗത്തിൽ റിട്ടോറിക്കൽ ഡിവൈസുള്ള ധാരാളമുണ്ട്. ഒരു എഴുത്തുകാരനോ പ്രസംഗകനോ അർത്ഥം വ്യക്തമാക്കാനും മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനും ഉപയോഗിക്കുന്ന വിദ്യകളാണിവിടെ ഉദ്ദേശിക്കുന്നത്. അവ വിശകലനം ചെയ്യുക, ഇത് ജനക്കൂട്ടത്തിന്റെ വികാരങ്ങളെ സ്വാധീനിക്കാൻ അദ്ദേഹത്തെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് കണ്ടെത്തുക. Now, prepare an appreciation of the speech. അതിനെ ആസ്പദമാക്കി പ്രസംഗത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ തയ്യാറാക്കുക. Friends, Romans and countrymen in appreciation. Mark Antony's speech in Julius Caesar is one of the most powerful and influential speeches in English literature. ജൂലിയസ് സീസറിലെ മാർക്ക് ആന്റണിയുടെ പ്രസംഗം ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും ശക്തവും സ്വാധീനമുള്ളതുമായ പ്രസംഗങ്ങളിലൊന്നാണ്. It shows how a good speaker can use language to influence people's thoughts and feelings. ഒരു നല്ല പ്രഭാഷകൻ ആളുകളുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വാധീനിക്കാൻ ഭാഷ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഇത് കാണിക്കുന്നു. After Caesar's death, Antony speaks to the Roman crowd with sadness and a clever plan to turn them against the conspirators, like Brutus and Cassius. സീസറിന്റെ മരണശേഷം ആന്റണി റോമൻ ജനക്കൂട്ടത്തോട് ദുഃഖത്തോടെയും അതേസമയം ബ്രൂട്ടസിനെയും കാഷ്യസിനെയും പോലുള്ള ഗൂഢാലോചനക്കാർക്കെതിരെ അവരെ തിരിക്കാനുള്ള തന്ത്രത്തോടെയും സംസാരിക്കുന്നു. He begins politely and says he does not want to praise Caesar. അദ്ദേഹം സൗമ്യമായി തുടങ്ങുകയും സീസറിനെ പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുകയും ചെയ്യുന്നു. But soon he changes the crowd's mind using many rhetorical devices. എന്നാൽ താമസിയാതെ തന്റെ വൈവിധ്യമായ പ്രസംഗശൈലിയുപയോഗിച്ച് ജനക്കൂട്ടത്തിന്റെ മനസ്സ് മാറ്റുന്നു. He uses repetition of the phrase Brutus is an honorable man to create irony. ഐറണിക്ക് വേണ്ടി അദ്ദേഹം ബ്രൂട്ടസ് ഒരു മാന്യനാണ് എന്ന വാക്യം ആവർത്തിച്ചു പറയുന്നു. At first, it sounds like praise, but after hearing it repeatedly, the crowd starts to doubt Brutus's honesty. ആദ്യം ഇത് പ്രശംസയായി തോന്നുമെങ്കിലും ആവർത്തിച്ചു കേൾക്കുമ്പോൾ ബ്രൂട്ടസിന്റെ സത്യസന്ധതയെക്കുറിച്ച് ജനക്കൂട്ടത്തിന് സംശയം തോന്നിത്തുടങ്ങുന്നു. Antony also asks rhetorical questions like was this ambition? To make the people think. ജനങ്ങളെ ചിന്തിപ്പിക്കാൻ ഇതൊരു ദുരാഗ്രഹമായിരുന്നോ? Was this ambition? എന്നതുപോലുള്ള റിട്ടോറിക് ക്വസ്റ്റ്യൻസും ആന്റണി ചോദിക്കുന്നു. He uses metaphors such as my heart is in the coffin there with Caesar to show his deep sorrow. തന്റെ ആഴത്തിലുള്ള ദുഃഖം പ്രകടിപ്പിക്കാൻ എന്റെ ഹൃദയം സീസറിനൊപ്പം ആ ശവപ്പെട്ടിയിലുണ്ട്, My heart is in the coffin there with Caesar എന്നതുപോലുള്ള മെറ്റ്ഫറുകൾ, അതായത് രൂപകങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നു. His hyperbole, O judgment, thou art fled to brutish beasts, shows how people have lost their. അദ്ദേഹം ഉപയോഗിക്കുന്ന അതിശയോക്തികൾ, ഉദാഹരണത്തിന് ഓ ജഡ്ജ്മെന്റ്, thou art fled to brutish beasts തുടങ്ങിയവ ആളുകൾക്ക് അവരുടെ യുക്തി നഷ്ടപ്പെട്ടുവെന്ന് കാണിക്കുന്നു.
ഇവ ജനക്കൂട്ടത്തിന്റെ വികാരങ്ങളെ ഉണർത്താൻ സഹായിക്കുന്നു. He also uses alliteration, like friends, Romans, countrymen, to catch attention and give rhythm to his words. ശ്രദ്ധ ആകർഷിക്കാനും വാക്കുകൾക്ക് താളം നൽകാനും ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമൻ എന്നതുപോലുള്ള അലിറ്ററേഷൻ അദ്ദേഹം ഉപയോഗിക്കുന്നു. His use of contrast, as in I come to bury Caesar, not to praise him, adds depth to his message. ഞാൻ സീസറിനെ അടക്കാൻ വന്നതാണ്, പ്രശംസിക്കാനല്ല. ഐ കം ടു ബറി സേസർ, നോട്ട് ടു പ്രേസ് ഹിം എന്നതുപോലുള്ള വൈരുദ്ധ്യങ്ങളുടെ ഉപയോഗം അദ്ദേഹത്തിന്റെ സന്ദേശത്തിന് ആഴവും പരപ്പും നൽകുന്നു. Though Antony appears calm, he cleverly uses emotions to manipulate the crowd. ആന്റണി ശാന്തനാണെന്ന് തോന്നുമെങ്കിലും ജനക്കൂട്ടത്തെ സ്വാധീനിക്കാൻ അദ്ദേഹം തന്റെ വികാരങ്ങളെ സമർത്ഥമായി ഉപയോഗിക്കുന്നു. His speech is a great example of how powerful and persuasive language can change public opinion and stir action. പൊതുജനാഭിപ്രായം മാറ്റാനും പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കാനും ശക്തവും പ്രേരിപ്പിക്കുന്നതുമായ ഭാഷയ്ക്ക് എങ്ങനെ കഴിയുമെന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. Activity 2. Friends, Romans, countrymen, is one of the most powerful and influential speeches in history and literature. മാർക്ക് ആന്റണിയുടെ പ്രസംഗം ചരിത്രത്തിലെയും സാഹിത്യത്തിലെയും ഏറ്റവും ശക്തവും സ്വാധീനമുള്ളതുമായ പ്രസംഗങ്ങളിലൊന്നാണ്. The English club of your school plans to stage the oration. Let's attempt a speech choir. നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് ഈ പ്രസംഗം അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. Speech choirs make use of gestures and vocalization. സ്പീച്ച് ക്വയറുകൾ ആംഗ്യങ്ങളും ശബ്ദവും ഉപയോഗിക്കുന്നു. Can you list the other features of a choir? 1. Gestures and vocalization. 2. Choral speaking, group and solo parts. 3. Voice modulation, changing pitch, tone, and pace. 4. Facial expressions. 5. Body language. Let's watch the video of the well-known speech I Have a Dream by Martin Luther King Jr. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസിദ്ധമായ പ്രസംഗത്തിന്റെ വീഡിയോ നമുക്ക് കാണാം. ക്ലാസ്സില് നിന്നു കാണിക്കുന്നില്ലെങ്കിൽ ഇത് യൂട്യൂബില് ലഭ്യമാണ്. Note your observations on the following features of the speech. താഴെ പറയുന്ന പ്രസംഗത്തിന്റെ സവിശേഷതകൾ നിങ്ങൾ കണ്ട വീഡിയോയുടെ അഭിപ്രായം എഴുതുക. 1. Gestures. He uses open, strong hand movements to stress ideas. ആശയങ്ങൾക്ക് ഊന്നൽ നൽകാൻ അദ്ദേഹം തുറന്നതും ശക്തവുമായ കൈചലനങ്ങൾ ഉപയോഗിക്കുന്നു. 2. Facial expressions. His face shows hope, pain, and strong belief. അദ്ദേഹത്തിന്റെ മുഖം പ്രത്യാശയും വേദനയും ശക്തമായ വിശ്വാസവും കാണിക്കുന്നു. 3. Voice modulation. He starts calmly, then speaks with power and rising emotion. അദ്ദേഹം ശാന്തമായി ആരംഭിച്ച് പിന്നീട് ശക്തിയോടും വർദ്ധിച്ചുവരുന്ന വികാരത്തോടും കൂടി സംസാരിക്കുന്നു. Now, read the excerpt aloud, giving emphasis to these features. ഇനി ഈ സവിശേഷതകൾക്ക് ഊന്നൽ നൽകി ഈ ഭാഗം ഉറക്കെ വായിക്കുക. Prepare the speech choir script of Friends, Romans, countrymen, and enjoy performing it in class. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമൻ എന്ന പ്രസംഗത്തിന്റെ ക്വയർ സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും ക്ലാസ്സിൽ അവതരിപ്പിച്ചാസ്വദിക്കുകയും ചെയ്യുക. You may supplement your reading with appropriate gestures and movements. നിങ്ങളുടെ വായനയ്ക്ക് അനുയോജ്യമായ ആംഗ്യങ്ങളും ചലനങ്ങളും കൂട്ടിച്ചേർക്കാം. Adding background music and other sound effects can help the performance. പശ്ചാത്തല സംഗീതവും മറ്റ് വോയിസ് ഇഫക്റ്റുകളും നിങ്ങളുടെ പ്രകടനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. Speech choir script, Friends, Romans, countrymen. By William Shakespeare. Opening, unified, commanding tone. Background, slow, dramatic drumbeat begins softly. All, strong, steady, friends, Romans, countrymen, lend me your ears. Group 1, I come to bury Caesar, not to praise him. Group 2, the evil that men do lives after them. Group 3, the good is oft interred with their bones, all, firmer. So let it be with Caesar. Gesture, arms extended forward as if inviting truth. Noble Brutus, tone, calm to questioning. Group 1, the noble Brutus' heart told you Caesar was ambitious,
Group 2, if it were so, it was a grievous fault. Group 3, and grievously hard Caesar answered it. Gesture. Group 3 raises one hand solemnly. Group 1, here, under leave of Brutus and the rest. Group 2, sarcastic, for Brutus is an honorable man. Group 3, so are they all honorable men, all, resonant, come I to speak in Caesar's funeral. Sound, slight echo on funeral for effect. Caesar's virtues, tone, warm, respectful. Group 1, he was my friend, faithful and just to me. Group 2, but Brutus says he was ambitious. Group 3, and Brutus is an honorable man. Gesture, hand to heart by Group 2. Group 1, he hath brought many captives home to Rome. Group 2, whose ransoms did the general coffers fill. Group 3, firm, did this in Caesar seem ambitious? All, challenging, yet Brutus says he was ambitious. All, tone, sarcastic, louder, and Brutus is an honorable man. Gesture, slight head tilt, subtle doubt. Background, soft tension building strings begin. Compassion. Group 1, you all did see that on the Lupercal, I thrice presented him a kingly crown. Group 2, which he did thrice refuse, was this ambition? Group 3, yet Brutus says he was ambitious, all, increasing intensity, and, sure, he is an honorable man. Gesture, shake head slowly, arms crossed or open in disbelief. Sound, soft heartbeat sound rises slightly. Turning point, tone, honest and stirring. Group 1, I speak not to disprove what Brutus spoke. Group 2, but here I am to speak what I do know. Group 3, you all did love him once, not without cause, all, firm, what cause withholds you then, to mourn for him? Gesture, all point gently to audience, palms up. Climax, tone, powerful and emotional. Group 1, O judgment, thou art fled to brutish beasts. Group 2, and men have lost their reason. Gesture, lower heads briefly, then raise them suddenly. Group 3, bear with me. Group 1, my heart is in the coffin there with Caesar. Group 2, strong, heartfelt. And I must pause till it come back to me. Gesture, choir pauses dramatically, steps back slowly. Heads bowed. Background, fades into a solemn, soft violin piece. Let's play with words. Activity 1. Look at the picture and read the caption. ചിത്രം നോക്കി അടിക്കുറിപ്പ് വായിക്കുക. I racked my brains, trying to remember his name. What do you think is the meaning of the above image and caption? മുകളിലുള്ള ചിത്രത്തിന്റെയും അടിക്കുറിപ്പിന്റെയും അർത്ഥം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? The person is thinking very hard but can't recall it easily. ചിത്രത്തിലെ വ്യക്തി എന്തോ ഓർത്തെടുക്കാൻ കഠിനമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾക്കിതിനു കഴിയുന്നില്ല. ചിത്രം നോക്കി ശൈലി ഊഹിക്കുക. ഒരാള് കുടയും ചൂടി ഓടുന്ന ചിത്രമാണ് ഇവിടെയുള്ളത്. കുടയുടെ മുകളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന പൂച്ചകളെയും നായകളെയും കാണാം. ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന ശൈലി ഇറ്റ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നതാണ്. അതിനർത്ഥം അതിശക്തമായി മഴ പെയ്യുന്നുവെന്നാണ്. ഇനി നിങ്ങൾക്ക് താഴെ പറയുന്ന ശൈലികളുടെ അർത്ഥം ഊഹിച്ചു അവയോരോന്നും ഉപയോഗിച്ച് വാക്യങ്ങളുണ്ടാക്കുക. 1. Hold your tongue. Meaning, stay silent when you want to say something. Sentence, I wanted to tell her the secret, but I held my tongue. 2. Spill the beans. Meaning, reveal a secret. Sentence, Rhea spilled the beans about the surprise party. 3. A piece of cake. Meaning, something very easy to do. Sentence, that math test was a piece of cake. 4. The icing on the cake. Meaning, something that makes a good situation even better. Sentence, the praise was the icing on the cake. Create an idiom dictionary and enjoy using the idioms you have collected. നിങ്ങൾ ശേഖരിച്ച ശൈലികൾ ഉപയോഗിച്ച് ഒരു ഇഡിയം ഡിക്ഷണറി ഉണ്ടാക്കാം. 5. Hit the sack. Meaning, to go to bed or sleep. Sentence, I'm really tired.
I'll hit the sack now. 6. Let the cat out of the bag. Meaning, to accidentally reveal a secret. Sentence, he let the cat out of the bag about the gift. 7. Break the ice. Meaning, to start a friendly conversation. Sentence, his funny story helped break the ice. 8. Under the weather. Meaning, not feeling well. Sentence, she stayed home because she was under the weather. 9. In hot water. Meaning, in trouble. Sentence, he's in hot water for breaking the vase. 10. Bite the bullet. Meaning, to face something difficult or unpleasant bravely. Sentence, I had to bite the bullet and visit the dentist. 11. Cost an arm and a leg. Meaning, very expensive. Sentence, that designer bag cost an arm and a leg. 12. Hit the nail on the head. Meaning, to be exactly right about something. Sentence, her answer hit the nail on the head. 13. Once in a blue moon. Meaning, something that happens very rarely. Sentence, we go to the amusement park once in a blue moon. 14. The ball is in your court. Meaning, it's your turn to take action or make a decision. Sentence, I've done my part, now the ball is in your court. 15. Burn the midnight oil. Meaning, to stay up late working or studying. Sentence, she burned the midnight oil before her exams. 16. When pigs fly. Meaning, something that will never happen. Sentence, he'll clean his room without being told, when pigs fly. Let's play with words. Activity 2. Read the following sentence from In the Attic. ഇൻ ദി ആറ്റക് എന്ന ഓർമ്മക്കുറിപ്പിൽ നിന്നുള്ള ഈ വാക്യം വായിക്കുക. ജോൺ ഫീൽഡിന്റെയോ ഫ്രെഡറിക് ചോപ്പിന്റെയോ ഒരു നൊക്ടൈം ക്ലാസ്സിൽ ടീച്ചർ കേൾപ്പിക്കും. ഇല്ലെങ്കിൽ അവയെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. അത്തരമൊരെണ്ണം കേൾക്കുക. Did the nocturnes you just listened to evoke in you any memory or association? നിങ്ങൾ കേട്ട നോക്ടർണുകൾ നിങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഓർമ്മകളുണർത്തിയോ? You may use the space below to write a few words about it. അതിനെക്കുറിച്ച് ഏതാനും വാക്കുകൾ എഴുതുക. The nocturnes made me feel calm and peaceful. നോക്ടേണുകൾ എനിക്ക് ശാന്തതയും സമാധാനവും നൽകി. It reminded me of quiet evenings spent watching the sunset. സൂര്യാസ്തമയം കണ്ടുകൊണ്ട് ചെലവഴിച്ച ശാന്തമായ സായാഹ്നങ്ങളെ അത് ഓർമ്മിപ്പിച്ചു. Activity 3. Palayo also set up a rabbit warren. Guess the meaning of the above sentence. ഈ വാക്യത്തിന്റെ അർത്ഥം ഊഹിക്കുക. Palayo created a place or area where rabbits live and breed, like a rabbit home or burrow. മുയലുകൾക്ക് ജീവിക്കാനും പ്രജനനം നടത്താനും ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു കൂട് പലായോ ഉണ്ടാക്കി. Set up means to build, to create. എന്നാൽ നിർമ്മിക്കുക, ഉണ്ടാക്കുക. The words given in bold italics are phrasal verbs. കട്ടിയുള്ള ഇറ്റാലിക്സിൽ നൽകിയിട്ടുള്ള വാക്കുകൾ ഫ്രേസൽ വെർബുകളാണ്. Here is a list of phrasal verbs that are used with the preposition up. അപ്പ് എന്ന പ്രപ്പോസിഷനോടൊപ്പം ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബുകളുടെ ഒരു പട്ടിക താഴെ നൽകുന്നു. A. Match the phrasal verbs with their meaning. ഫ്രേസൽ വെർബുകളെ അവയുടെ അർത്ഥവുമായി വരഞ്ഞു യോജിപ്പിച്ചിരിക്കുന്നത് നോക്കി മനസ്സിലാക്കുക. Phrasal verbs. 1. Bring up means, to look after a child until it grows up. 2. Speak up means, to speak more loudly, or express one's opinion frankly. 3. Give up means, to stop making an effort. 4. Call up means, to summon someone or contact someone over the phone. 5. Turn up means, to arrive or appear. 6. Look up means, to find or search. C. Fill in the blanks with appropriate phrasal verbs, choosing from those given in the box. ബോക്സിൽ നൽകിയിട്ടുള്ള ഫ്രേസൽ വെർബുകളിൽ നിന്ന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കുക. ശരിയായ ഉത്തരങ്ങൾ ചുവപ്പ് കളറിൽ എഴുതി ചേർത്തിട്ടുണ്ട്. Look up the dictionary and make a list of phrasal verbs beginning with get and note their meanings. ഡിക്ഷണറി നോക്കി get എന്ന വാക്കിൽ തുടങ്ങുന്ന ഫ്രേസൽ വെർബുകളും അവയുടെ അർത്ഥവും എഴുതുക. 14 ഫ്രേസൽ വെർബുകളും അവയുടെ അർത്ഥവും ഉദാഹരണസഹിതം ഇവിടെ നൽകുന്നു. 1. Get across. Meaning,
to make something understood or communicate successfully. Example, I tried to get across my point, but he wasn't listening. 2. Get along with, meaning, to have a friendly relationship with someone. Example, do you get along with your new classmate? 3. Get around, meaning, to move from place to place, also, to circumvent or avoid something. Example, it's easy to get around the city by bike. Or she always tries to get around the rules. 4. Get away, meaning, to escape, to go on a short vacation. Example, the thieves managed to get away. Or we're planning to get away for the weekend. 5. Get back, meaning, to return to a place, to retrieve something. Example, what time did you get back home last night? Or can I get back my book you borrowed? 6. Get by, meaning, to manage to live or deal with a situation with difficulty. Example, we don't have much money, but we get by. 7. Get down, meaning, to make someone feel sad or depressed, to write something down. Example, this gloomy weather really gets me down. Or please get down all the important points. 8. Get in, meaning, to arrive, to enter. Example, what time does your flight get in? Or how did he get in through the locked door? 9. Get off, meaning, to leave a bus, train, plane, to avoid punishment. Example, I get off at the next stop. Or he was lucky to. 10. Get on, meaning, to board a bus, train, plane, to progress or manage. Example, let's get on the bus quickly. Or how are you getting on with your new project? 11. Get out, meaning, to leave a place, to be revealed, secret. Example, get out of my room. Or the news about the scandal got out quickly. 12. Get over, meaning, to recover from an illness, shock, or difficulty. Example, it took her a long time to get over the flu. 13. Get through, meaning, to finish something. To successfully complete a difficult period. Example, I have a lot of work to get through today. Or we will get through this difficult time together. 14. Get up, meaning, to rise from bed, to stand up. Example, I get up at 6 a.m. every day. Or please get up when the teacher enters. Let's analyze. You should hide in the loft. You must hang on, do you hear? A. Look at the use of should and must in the above statements. മുകളിലെ വാക്യങ്ങളിൽ ഷുഡ് മസ്റ്റ് എന്നിവയുടെ ഉപയോഗം ശ്രദ്ധിക്കുക. What do you think the words convey? ഈ വാക്കുകൾ എന്താണ് അർത്ഥമാക്കുന്നത്? The word should gives advice or suggestion, while must shows a strong command or necessity. ഷുഡ് എന്ന വാക്ക് ഉപദേശമോ നിർദ്ദേശമോ നൽകുമ്പോൾ മസ്റ്റ് എന്നത് ശക്തമായ ഒരു കൽപ്പനയോ ആവശ്യകതയോ കാണിക്കുന്നു. In the first statement, the soldier instructs the pianist to hide in the loft. ആദ്യ വാക്യത്തിൽ സൈനികൻ പിയാനിസ്റ്റിനോട് മച്ചിലൊളിക്കാൻ നിർദ്ദേശിക്കുന്നു. The second is a strong recommendation to remain hopeful. രണ്ടാമത്തേത് പ്രതീക്ഷയോടെ തുടരാനുള്ള ശക്തമായ ശുപാർശയാണ്. B. Now, how would you advise the pianist, given his situation? അടുത്തതായി പിയാനിസ്റ്റ് അകപ്പെട്ട സാഹചര്യം കണക്കിലെടുത്ത് നിങ്ങളെന്തെല്ലാം ഉപദേശനിർദ്ദേശങ്ങൾ അയാൾക്കു നൽകും? Use should not, must and must not. You must keep yourself warm. You must stay hidden. You should eat when possible. You must not make noise. You should keep warm. You must stay hopeful. You should listen carefully. You should not leave unnecessarily. You must not trust blindly. You should ration food. You must act fast in danger. C. Read this conversation between the German officer and the pianist. ജർമ്മൻ ഓഫീസറും പിയാനിസ്റ്റും തമ്മിലുള്ള ഈ സംഭാഷണം വായിക്കുക.
സംഭാഷണത്തിൽ നിന്ന് താഴെ പറയുന്ന ഫംഗ്ഷനുകളെ സൂചിപ്പിക്കുന്ന പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഫംഗ്ഷനുകളും സ്റ്റേറ്റ്മെന്റുകളും ശരിയായ രീതിയിൽ ലിസ്റ്റ് ചെയ്ത് ഈ ടേബിളിൽ നൽകിയിട്ടുണ്ട്. ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് എന്നീ ക്രിയകൾ മോഡൽ ഓക്സിലറി ക്രിയകളാണ്. മോഡലുകൾ സാധ്യത, കഴിവ്, കടമ, പ്രവചനം, അനുമതി, ആവശ്യം തുടങ്ങിയ മാനസികാവസ്ഥകളെ അവ പ്രകടിപ്പിക്കുന്നു. D. Read and complete the following conversation between Pelayo and Elisenda from A Very Old Man with Enormous Wings. പെലായോയും എലിസണ്ടയും തമ്മിലുള്ള താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണം വായിച്ചു പൂർത്തിയാക്കുക. ഇവിടെ ശരിയായ മോഡൽ ഓക്സിലറി വെർബുകൾ ചുവന്ന അക്ഷരങ്ങളിൽ എഴുതിച്ചേർത്തിട്ടുണ്ട്. Activity 2. A. Read the sentence given below. താഴെ കൊടുത്തിരിക്കുന്ന 2 വാചകങ്ങളും വായിക്കുക. Elisenda bought some pumps with heels and many dresses of silk. Now, read the sentence again. Elisenda bought some satin pumps with high heels and many dresses of iridescent silk. What changes do you notice in the second sentence? രണ്ടാമത്തെ വാക്യത്തിൽ ഏതെല്ലാം മാറ്റങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? The second sentence provides more descriptive details about the items Elisenda bought. രണ്ടാമത്തെ വാക്യം എലിസണ്ട വാങ്ങിയ സാധനങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ നൽകുന്നു. Specifically, for pumps, the word satin is added to describe the material. ഉദാഹരണത്തിന്, പംപ്സ് എന്നതിന് അതിന്റെ മെറ്റീരിയൽ വിവരിക്കാൻ സാറ്റിൻ എന്ന വാക്ക് ചേർത്തിരിക്കുന്നു. For heels, the word high is added to describe their height. ഹീൽസ് എന്നതിന് അതിന്റെ ഉയരം വിവരിക്കാൻ ഉയർന്ന എന്ന വാക്ക് ചേർത്തിരിക്കുന്നു. For silk, the word iridescent is added to describe its quality, appearance. സിൽക്ക് എന്നതിന് അതിന്റെ ഗുണമേന്മ അല്ലെങ്കിൽ രൂപം വിവരിക്കാൻ വർണ്ണാഭമായ എന്ന വാക്ക് ചേർത്തിരിക്കുന്നു. These added words are adjectives that give a clearer and richer picture of the pumps and dresses. ഈ ചേർത്ത വാക്കുകൾ അഡ്ജക്റ്റീവുകളാണ്. അവ ചെരിപ്പുകളുടെയും ഉടുപ്പുകളുടെയും കൂടുതൽ വ്യക്തവും സമ്പന്നവുമായ ചിത്രം നൽകുന്നു. Given below are a few phrases from the story. കഥയിൽ നിന്നുള്ള ഏതാനും ശൈലികൾ താഴെ നൽകുന്നു. Underline the words similar to the ones in the above example. മുകളിലെ ഉദാഹരണത്തിലെ വാക്കുകൾക്ക് സമാനമായവ അടിവരയിടുക. Unfortunate invalids, captive angel, senile vulture, supernatural virtue. Can you identify the function of the underlined words? അടിവരയിട്ട വാക്കുകളുടെ ധർമ്മമെന്താണ്? What do they tell us about the nouns? നാമങ്ങളെക്കുറിച്ച് അവ എന്തു പറയുന്നു? The underlined words are adjectives. അടിവരയിട്ട വാക്കുകൾ വിശേഷണങ്ങളാണ്. What do they tell us about the nouns? They describe or modify the nouns. അവ നാമങ്ങളെ വിവരിക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യുന്നു. Invalids, angel, vulture, virtue, providing more specific information about their qualities, states, or characteristics. അവയുടെ ഗുണങ്ങൾ, അവസ്ഥകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ നൽകുന്നു. They add detail and paint a clearer picture for the reader. അവ വിശദാംശങ്ങൾ ചേർക്കുകയും വായനക്കാരന് വ്യക്തമായ ചിത്രം നൽകുകയും ചെയ്യുന്നു. Make similar phrases, creating pairs from the words given in the box below, and complete the sentences. സമാനമായ ശൈലികളുണ്ടാക്കുക. താഴെ ബോക്സിൽ നൽകിയിട്ടുള്ള വാക്കുകളിൽ നിന്ന് ജോഡികളുണ്ടാക്കി വാക്യങ്ങൾ പൂർത്തിയാക്കുക. One has been done for you. Adjectives of quality, descriptive adjectives, show the quality of a person, thing or experience. ഗുണവിശേഷണങ്ങൾ, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ്, ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ അനുഭവത്തിന്റെയോ ഗുണത്തെ കാണിക്കുന്നു. You might have visited a picnic spot recently. നിങ്ങൾ അടുത്തിടെ ഒരു പിക്നിക് സ്പോട്ട് സന്ദർശിച്ചിട്ടുണ്ടാവില്ലേ? Describe your experience. നിങ്ങളുടെ അനുഭവം വിവരിക്കുക. What made the trip memorable? ആ യാത്രയെ അവിസ്മരണീയമാക്കിയത് എന്താണ്? Try to use as many adjectives of quality as possible in your description. നിങ്ങളുടെ വിവരണത്തിൽ കഴിയുന്നത്രയും ഗുണവിശേഷണങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരടിപൊളി മൈസൂര് യാത്രയുടെ വിവരണം ഇവിടെ നൽകിയിരിക്കുന്നു. വിവരണം ചെറുതാണെങ്കിലും അഡ്ജക്റ്റീവുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഹെഡിംഗിലടക്കം 26 അഡ്ജക്റ്റീവുകളുണ്ട്. A joyful day at Vrindavan Gardens. Our class picnic to Mysore was a truly splendid and unforgettable experience. The journey was filled with vibrant anticipation,
and we were thrilled to visit the beautiful Vrindavan gardens. The gardens were incredibly picturesque, with lush green lawns and colorful flower beds that burst with bright hues. We loved exploring the diverse sections, each offering a unique charm. The highlight was definitely the magical musical fountain show. The powerful water jets danced in perfect synchronization with the melodious music. Lit by dazzling lights, it was an awe-inspiring and spectacular display. Our picnic lunch was a delicious spread of treats, enjoyed in the fresh air. We shared hearty laughs and made precious memories together. This memorable trip, filled with pure joy and stronger friendships, will forever be a treasured memory of our 10th standard year. B. Read the sentences below. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുക. Look at the words highlighted. ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. How are they used in the sentences? വാക്യങ്ങളിൽ അവ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാക്കുകളുടെ അവസാനം ly എന്നാണ്. ഇംഗ്ലീഷിൽ ചില നാമവിശേഷണത്തോട് ly എന്നു ചേർത്താൽ adverbs of manner കിട്ടും. Adjective enormous, adverb enormously. Adjective unusual, adverb unusually. Adjective tremendous, adverb tremendously. Fill in the blanks choosing from the options given. നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ നിന്ന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കുക. ശരിയുത്തരങ്ങൾ കൊണ്ട് പൂരിപ്പിച്ച പാസേജാണിവിടെ നിങ്ങൾ കാണുന്നത്. The use of adverbs helps to add detail and precision to language. ക്രിയാവിശേഷണങ്ങളുടെ ഉപയോഗം വഴി നമ്മുടെ ഭാഷയ്ക്ക് പൂർണ്ണതയും കൃത്യതയും നൽകാൻ കഴിയുന്നു. Complete each sentence using appropriate forms of words given in the box. One has been done for you. ബോക്സിൽ നൽകിയിട്ടുള്ള വാക്കുകളുടെ ഉചിതമായ രൂപങ്ങൾ ഉപയോഗിച്ച് ഓരോ വാക്യവും പൂർത്തിയാക്കുക. ഒന്ന് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഉത്തരങ്ങളെ ഇവിടെ നൽകുന്നു. Let's converse. Activity 1. Look at the picture. Have you seen such signs on the road? നിങ്ങൾ റോഡിൽ ഇത്തരം അടയാളങ്ങൾ കണ്ടിട്ടുണ്ടോ? Yes, I have seen such signs on the road. അതെ, ഞാൻ റോഡിൽ ഇത്തരം അടയാളങ്ങൾ കണ്ടിട്ടുണ്ട്. How do they help the traveler? അവ യാത്രക്കാരനെ എങ്ങനെ സഹായിക്കുന്നു? These signs provide directions, indicating different routes and destinations. ഈ അടയാളങ്ങൾ വ്യത്യസ്ത വഴികളും ലക്ഷ്യസ്ഥാനങ്ങളും സൂചിപ്പിച്ച് ദിശാബോധം നൽകുന്നു. They help travelers navigate and find their way. യാത്രക്കാരെ വഴി കണ്ടെത്താനും യാത്ര ചെയ്യാനും അവ സഹായിക്കുന്നു. What are they called? അവയെ എന്ത് വിളിക്കുന്നു? These signs are called directional signs or signposts. ഈ അടയാളങ്ങളെ ദിശാസൂചക ബോർഡുകൾ അല്ലെങ്കിൽ സൈൻപോസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. Unscramble the jumble and find the word. കൂടിക്കുഴഞ്ഞ ഈ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്ക് കണ്ടെത്തുക. The unscrambled word is signpost. How does it help us? അത് നമ്മളെ എങ്ങനെ സഹായിക്കുന്നു? It helps us find our way when we are lost. It shows the direction we need to take. നമുക്ക് വഴി തെറ്റിയാൽ വഴി കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. നമ്മൾ പോകേണ്ട ദിശ ഇത് കാണിച്ചു തരുന്നു. Now, read the passages given below and identify the differences in their flow of ideas. താഴെ നൽകിയിരിക്കുന്ന ഭാഗങ്ങൾ വായിച്ച് അവയിലെ ആശയങ്ങളുടെ ഒഴുക്കിലുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിയുക. Pick out the words from the passage that give it clarity and help to connect ideas and events. ഈ പാസേജിൽ നിന്ന് വ്യക്തത നൽകുന്നതും ആശയങ്ങളെയും സംഭവങ്ങളെയും ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നതുമായ വാക്കുകൾ തിരഞ്ഞെടുക്കുക. Answer. Then. Next. Meanwhile. Following this. Consequently. Finally. These are known as signposting expressions or linkers. ഇവ സൈൻപോസ്റ്റിംഗ് എക്സ്പ്രഷനുകൾ അല്ലെങ്കിൽ ലിങ്കേഴ്സ് എന്നറിയപ്പെടുന്നു. Now, compare the flow of ideas in passage A and passage B. ഇനി ഭാഗം ഐയിലെയും ഭാഗം ബിയിലെയും ആശയങ്ങളുടെ ഒഴുക്ക് താരതമ്യം ചെയ്യുക. How does the use of linkers in passage B improve the coherence and flow of information? ഭാഗം ബിയിൽ ലിങ്കേഴ്സ് ഉപയോഗിക്കുന്നത് വിവരങ്ങളുടെ ചേർച്ചയും ഒഴുക്കും എങ്ങനെ മെച്ചപ്പെടുത്തുന്നു? Passage B uses linkers which show the sequence of events and the relationships between ideas. ഭാഗം B സംഭവങ്ങളുടെ ക്രമവും ആശയങ്ങൾ തമ്മിലുള്ള ബന്ധവും കാണിക്കുന്ന ലിങ്കേഴ്സ് ഉപയോഗിക്കുന്നു. This makes the information flow smoothly, greatly improving overall coherence. ഇത് വിവരങ്ങളുടെ ഒഴുക്ക് സുഗമമാക്കുകയും പാസേജിന്റെ മൊത്തത്തിലുള്ള ഒത്തൊരുമ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. Match the linkers to their functions in the following table. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ലിങ്കേഴ്സിനെ അവയുടെ ഫംഗ്ഷനുമായി യോജിപ്പിക്കുക. ശരിയായ രീതിയിൽ മാച്ച് ചെയ്ത് എഴുതിയിരിക്കുന്നത് ഇവിടെ കാണാം.
Fill in the blanks with appropriate signposting expressions choosing from those given in brackets. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ഉചിതമായ സൈൻപോസ്റ്റിംഗ് എക്സ്പ്രഷനുകൾ തിരഞ്ഞെടുത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ശരിയുത്തരങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. Let's team up, group project. ഈ യൂണിറ്റിലെ വിവിധ ഭാഗങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്തിൽ പ്രസക്തിയുള്ള നിരവധി സാമൂഹിക പ്രശ്നങ്ങളെ പരിചയപ്പെടുത്തി. ഇത് ജീവിതത്തിൽ ചില അവശ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കി. Shall we make a list of the values we would need to develop? നാം വളർത്തിയെടുക്കേണ്ട മൂല്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. ഇവിടെയുള്ള ടേബിൾ നാം അനിവാര്യമായി നിലനിർത്തേണ്ട മൂല്യങ്ങളെ കാണിക്കുന്നു. Acceptance, respect, tolerance, empathy, kindness, compassion, honesty, trust, friendship. Why are these values important? എന്തുകൊണ്ടാണ് ഈ മൂല്യങ്ങൾ പ്രധാനമായത്? Let's form groups and discuss. ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം. These values are important because they help us live together with care, respect, and understanding, making the world kinder and more peaceful. ഈ മൂല്യങ്ങൾ പ്രധാനമാണ് കാരണം അവ കരുതലോടെയും പരസ്പര ബഹുമാനത്തോടെയും മനസ്സിലാക്കിക്കൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഇത് ലോകത്തെ കൂടുതൽ ദയയും സമാധാനവും ഉള്ളതാക്കുന്നു. Now, prepare a script for a skit based on these values. നാം നേരത്തെ ലിസ്റ്റ് ചെയ്ത മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരു സ്കിറ്റിനു വേണ്ട സ്ക്രിപ്റ്റ് തയ്യാറാക്കാം. ലളിതമായ ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ നൽകുന്നു. The Value Spark, rewritten version. Characters. Narrator, cheerful, clear voice. Kindness, warm and caring. Gratitude, cheerful and thankful. Selfishness, self-centered at first, later thoughtful. Student, can be played by anyone briefly. Setting, a classroom or open stage. Prop, one pencil. Scene begins. The narrator steps forward. Narrator, good morning, everyone. Today, you'll see how one small act can light a spark in someone's heart. Let's meet our values. Kindness and gratitude walk in smiling. Selfishness enters, looking bored. Kindness, hi there. I believe in doing good, even small things can make someone's day. Gratitude, and I believe in saying thank you, it spreads happiness. Selfishness, shrugs. I only care about myself. Why bother about others? A student walks across and drops a pencil without noticing. They exit. Selfishness, sees the pencil. Oh, someone dropped their pencil. Not my problem. Walks away. Kindness, wait, that pencil must be important. I should return it. Gratitude, yes, helping others brings smiles. Go, kindness. Kindness picks up the pencil and exits briefly. Narrator, kindness didn't wait. A small act was about to make a big difference. The student rushes back in, worried. Student, oh no, my pencil. I need it for the test. Kindness, returning. Don't worry, I found it and left it on your desk. Student, relieved. Really? Thank you so much. You are a lifesaver. The student rushes off smiling. Gratitude. See, selfishness? That's the magic of gratitude. One kind act, and so much joy. Selfishness, thinking, they were happy, and you both seem happy too. Maybe, I'll try helping next time. Kindness, helping others always feels good, for them and for you. Narrator, so remember, one small act of kindness can spark gratitude and even change hearts. Be the spark. All characters come forward and bow. All together, let's keep the value spark alive. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.